ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന മിത്ര വീണ്ടും മീനാക്ഷിയുടെ അടുത്തേക്ക് വരുവാണ്. ആ സമയത്ത് മീനാക്ഷി ചോദിച്ചു, എന്തിയെ പൈസ കിട്ടിയോ? ഇങ്ങ് തരാനായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, പൈസ കിട്ടിയില്ല മീനു ചേച്ചി, വൈകുന്നേരം കിട്ടത്തുള്ളൂ. അതെന്താ വൈകുന്നേരം? അതെ, 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ട് ആയതുകൊണ്ട് അത്രയും ക്യാഷ് ഇപ്പൊ അവിടെ ഇല്ലാന്ന് പറഞ്ഞു. വൈകുന്നേരം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വർണം അവരതോടെ വാങ്ങി വെച്ചു. സ്വർണം കൊടുത്തിട്ട് പോന്നോ? നീ എന്ത് പരിപാടിയും എത്ര കാണിച്ചേ? അവര് ചതിക്കില്ല, അവര് നമുക്ക് റെസിപ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്, ഇന്ന് നോക്കാൻ പറഞ്ഞിട്ട് ആ റെസിപ്റ്റ് എടുത്ത് കൊടുക്കുവാണ്. മീനാക്ഷി നോക്കി. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, എന്തോ എനിക്കതും കൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, മീനാക്ഷി ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, അങ്ങനെ ചതിക്കുന്ന ബാങ്കൊന്നും അല്ലത്. അങ്ങനത്തെ ബാങ്കുകളും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും, പക്ഷെ ഇത് അങ്ങനത്തെ ബാങ്ക് അല്ലെന്ന് പറഞ്ഞു. ശരി. പിന്നെ മീനാക്ഷി കൂടുതലൊന്നും പറയാൻ പോയില്ല. എന്നിട്ട് ചോദിച്ചു, ഇനി നീ എന്ത് ചെയ്യാൻ പോവാ? അതെ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ വീട്ടിലേക്ക് പോവാ, പിന്നെ വൈകുന്നേരം പൈസ വാങ്ങിക്കാനായിട്ട് എന്തേലും കാരണം പറഞ്ഞ് വീണ്ടും ഇറങ്ങും. അങ്ങനെ പൈസ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. പിന്നെ മീനു ചേച്ചി എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്ത്? ആരിനെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അതെന്തിനാ ഞാൻ ആരിനെ വിളിക്കുന്നേ? ആരിനെ വിളിച്ചിട്ട് പറയണം, എന്റെ PF ന്ന് 10 ലക്ഷം രൂപയെന്ന് കിട്ടും, അപ്പൊ ആരിനെ ഞാൻ തരാന്ന് പറയണം. മീനു ചേച്ചി ഇപ്പൊ തന്നെ വിളിക്കുക. അതെന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? എനിക്കും കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. ഓഹോ, ഭർത്താവിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് എന്തോ ഒരു മടിയുണ്ട്, ഞാൻ വലിയ കള്ളത്തരമല്ല കാണിക്കണേ, പാവത്തിനോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ മീനു ചേച്ചി, ധൈര്യമായിട്ട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ മീനാക്ഷി ആര്യനെ വിളിക്കുകയാണ്. ആര്യനെ വിളിച്ചിട്ട് ചോദിച്ചു, ആര്യ നീ ഇത് എവിടെയാ? അതെ, ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം പറയാനുണ്ട്, ഇന്ന് എനിക്ക് PF ന്ന് 10 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞു. 10 ലക്ഷം രൂപ? അതെ, മുമ്പ് ഞാൻ നിനക്ക് വേണ്ടി എടുക്കാന്ന് പറഞ്ഞപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഇന്ന് ഞാനതും കൂടെ എടുത്തു. അല്ല, നിന്റെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ എന്തായി? ലോണിന് വേണ്ടി പോയിട്ട് എന്തായി? അതൊന്നും ശരിയായില്ല. അതാ ഞാൻ പറഞ്ഞത്, അതിന്റെ പിന്നാലെ നടക്കണ്ടേന്ന്. ഇന്ന് എന്താണെങ്കിലും ഞാൻ പൈസ തരാന്ന് പറഞ്ഞു. നീ ഇനി വിഷമിക്കൊന്നും വേണ്ട, നിന്റെ ആഗ്രഹം പോലെ തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. ആരും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് ആരും പറഞ്ഞു, അത് പിന്നെ മീനു ചേച്ചി ബുദ്ധിമുട്ടാവൂലേ? എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാ. നീ ധൈര്യമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിക്കോ, ഇന്ന് വൈകുന്നേരം പൈസ കിട്ടും. അത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഈ നന്ദി എങ്ങനെ എനിക്ക് പറയണമെന്നറിയില്ല. സാരില്ല, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഇനി ബാക്കി ഒന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ. ആര്യം പറഞ്ഞു, ശരി, ഞാൻ പോയിക്കോളാം, ഇത് അമ്മയോടും ഒക്കെ ഈ സന്തോഷ വാർത്ത പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ആര്യം ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ആര്യന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, 10 ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ തനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബിസിനസ് തുടങ്ങാം എന്നൊക്കെ ഒരു ചിന്ത. പിന്നീട് മിത്ര വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആര്യം മിത്രയോട് കാര്യങ്ങളൊക്കെ പറയണം. മീനാക്ഷി അടുത്ത് ലോൺ തരാന്ന്, മീനാക്ഷി അടുത്ത് PF ന്ന് ലോൺ എടുത്ത് തരാന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു, അതെ, മീനു ചേച്ചിയെ പോലെ നല്ലൊരു ചേച്ചിയെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം തന്നെ. അതെ, അതെനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എപ്പോഴും നിലകൊള്ളുന്നവളാണ് മീനാക്ഷി അടുത്തി. ആ സമയത്ത് ഗോമതി അങ്ങോട്ട് വന്നു. ഗോമതി വന്നിട്ട് പറഞ്ഞു, ശരിയാ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്ന മരുമക്കളെല്ലാം ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നവരാ, ആരെ മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് ആര്യനോട് പറഞ്ഞു, എടാ മോനെ, നിന്റെ ആഗ്രഹം പോലെ തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോഴേക്കും ആര്യനൊരു ഫോൺ കോൾ ചെയ്യുവാണ്. ആര്യൻ ഫോൺ കോൾ ചെയ്തിട്ട് 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അപ്പൊ പൈസ വൈകുന്നേരം കിട്ടുമല്ലോ എന്നൊരു പ്രതീക്ഷയായിരുന്നു. പിന്നീട് മിത്രയോട് ചോദിച്ചു, അല്ല, നിന്റെ പരിചയത്തിൽ എന്തോ റൂഫിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ആരും ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ, ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് തന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആര് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് സന്തോഷമായി. ഗോമതി പറഞ്ഞു, എടാ മോനെ, നീ ബിസിനസ്സൊക്കെ തുടങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടാ ഞാനും നിന്റെ അച്ഛനും ഒക്കെ ആഗ്രഹിക്കുന്നേ. എന്നും ഇങ്ങനെ ഈ ഡെലിവറി ബോയ് ആയിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. അത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, അമ്മ അതിന് പൈസ വേണ്ടായിരുന്നോ? അതുകൊണ്ടാണ് ഇത്രയും നാളും ഇങ്ങനെ ഇരുന്നേ. ഇനിയിപ്പോൾ പ്രശ്നമൊന്നും ഇല്ല. എന്നാണെങ്കിലും മീനാക്ഷി അടുത്ത് PF ന്ന് ലോൺ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേശ്ശെ അടച്ചാൽ മതിയല്ലോ. അങ്ങനെ ആ ഒരു സമാധാനം എനിക്കുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു, അതെ ആര്യ, മീനാക്ഷിയത്തെ കുറിച്ച് അറിയാലോ, ആള് പാവാന്ന് പറഞ്ഞു, നമുക്ക് എന്ത് സഹായം ചെയ്യാനായിട്ട് ആള് സന്നദ്ധയാന്ന് പറഞ്ഞു. അതെനിക്ക് അറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ ആര്യ, വൈകുന്നേരം നീയെ മോളെ കൂട്ടാനായിട്ട് പോണം മീനുവിനെ, കാരണം 10 ലക്ഷം രൂപയായിട്ട് അവളെ തനിച്ചു വരികയെന്ന് പറഞ്ഞാലേ വലിയ എമൗണ്ട് അല്ലേ. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അത് വേണ്ട, ഞാൻ പോയിക്കൊള്ളാം, ഞാൻ മീനാക്ഷിയടുത്തേയും കൂടെ ഒരുമിച്ച് വന്നോളാന്ന് പറഞ്ഞു.
കാരണം ആരും പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്നുള്ള കാര്യം മിത്രയ്ക്കറിയായിരുന്നു. ആ സമയത്ത് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അച്യുതന് കൃഷ്ണമംഗലത്തേക്ക് വരുന്നത് ഹാളിലേക്ക് വന്നിട്ട് അമ്മേ നന്ദിതേടത്തി രാശ്രീ എന്നൊക്കെ വിളിക്കണം. അപ്പം ഈ ഒച്ചപ്പാടും വിളി വെച്ചാൽ കേട്ടിട്ട് അവരൊക്കെ കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാശ്രീ ചോദിച്ചു, എന്താ അച്യുതായിട്ട് എന്തിനാ വിളിച്ചേന്ന് ചോദിച്ചു. എടി നിനക്കും പിന്നെ നന്ദിയുടെ അടുത്തേക്ക് ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാന്ന് പറഞ്ഞു. കാഴ്ച? എന്ത് കാഴ്ച? അങ്ങനെ സ്വർണ്ണം എടുത്ത് കാണിച്ചു കൊടുക്കണം. ഇതെന്താ ഇത്ര സ്വർണം? ഇതെവിടുന്ന്? കൊള്ളാലോ, ഇത് സ്വർണ്ണം അല്ലേന്ന് ചോദിച്ചു. പിന്നെ സ്വർണ്ണം അല്ലാതെ പിന്നെ വെള്ളിയാണോ? ആ സമയം അലോകും അനു ഇന്ദിരാമ്മയൊക്കെ അങ്ങോട്ട് വരുവാണ്. ഇന്ദിരാമ്മ വന്നിട്ട് ഇതെവിടുന്നാടാ ഇത്ര സ്വർണം? നിനക്കിതെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് നന്ദിത പറഞ്ഞു, അല്ലേ ശരിയാണല്ലോ, ഇത് എവിടുന്ന് വെച്ചത് ഇത്ര സ്വർണം എന്ന് ചോദിച്ചു. അതെ, നന്ദിത അടുത്ത് ഈ സ്വർണം ശരിക്കും ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നന്ദിത നോക്കിക്കഴിഞ്ഞു. ഇത് മിത്രയ്ക്ക് നമ്മൾ പണിത് കൊടുത്ത ആഭരണങ്ങളല്ലേ? ഇതാ മുല്ലമുട്ടുമാല. ഓരോന്നും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മനസ്സിലായി. അല്ല, ഇത് എവിടെന്ന് വെച്ചതാ നിനക്ക് കിട്ടിയെന്ന് ചോദിച്ചു. അതൊക്കെ എനിക്ക് കിട്ടി, കളഞ്ഞു കിട്ടിയതാന്ന് പറഞ്ഞു. കളഞ്ഞു കിട്ടിയതോ? അതെ. അത് കേട്ടത് രാജശ്രീക്കൊന്നും മനസ്സിലായില്ല. എന്താ അച്യുതാട്ടോ, ഒന്ന് തെളിച്ചു പറ. ഇത് ഞാനേ ആ ഫിനാൻസ് കമ്പനിയിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാ. അവിടെ പണയം വെക്കാനായിട്ട് കൊണ്ടുവന്നു ഉരുപ്പിടിയാന്ന് പറഞ്ഞത്. പണയം വെക്കാനോ? ആര് കൊണ്ടുവന്നു? എങ്ങനെ കൊണ്ടുവന്നു? നിങ്ങളൊക്കെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ഗോമതി സ്റ്റോഴ്സ് ബാലൻ നല്ലവനാന്ന്. അമ്മ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അങ്ങനെയല്ലേ? ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ മോനുണ്ടല്ലോ, ആരിനൊക്കെ പേര് കള്ളന്മാരാന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് അനു ധർമ്മനും അവരൊക്കെ അങ്ങോട്ടേക്ക് വരുന്നേ. അനു പറഞ്ഞു, എന്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെയല്ല, എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറയരുതെന്നൊക്കെ പറഞ്ഞു. അനാവശ്യം അവർക്ക് കാണിക്കാം, പറയുമ്പോഴാ ബുദ്ധിമുട്ടല്ലേന്ന് ചോദിച്ചു. ഇന്ദിരാമ്മ പറഞ്ഞു, നീ ആരെക്കുറിച്ച് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ബാലനെ കുറിച്ച് പറയാൻ പാടില്ല. പിന്നെ ബാലൻ ഒരു സത്യവാന സാവിത്രിയല്ലേ അവിടെ ഉള്ളത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്റെ അമ്മേ, ഈ സ്വർണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അന്ന് ഇത് മിത്രയോട് അടിച്ചു മാറ്റിക്കൊണ്ട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു പോലും ബാലനാ തോന്നേ. ബാലൻ ആരിനോട് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സ്വർണങ്ങളൊക്കെ എടുത്തോണ്ട് വരണമെന്ന്. അങ്ങനെയെല്ലാം അടിച്ചു മാറ്റി വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പോഴോ നൈസായിട്ട് പതുക്കെ ഇത് പുറത്തെടുക്കാൻ തുടങ്ങി. ഇപ്പൊ തന്നെ ഇത് മിത്രയുടെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുമായിരുന്നു, പണയം വെക്കാനായിട്ട് ആരിനും ബാലനും കൂടെ ചേർന്നിട്ട്. അങ്ങനെ എന്റെ കയ്യിലേക്ക് ഇത് വന്നേ, ഞാൻ ആ തന്ത്രത്തില് അതിങ്ങോട്ട് വാങ്ങിച്ചോണ്ട് പോന്നെന്ന് പറഞ്ഞു. അത് കേട്ടത് അനുസരിച്ച് ഒരിക്കലും ഇല്ല, എന്റെ അച്ഛനും ഏട്ടനൊന്നും അങ്ങനെ ചെയ്യത്തില്ല. ഈ സമയം ധർമ്മം പറഞ്ഞു, അല്ല ഈ സ്വർണം അവരുടെ കയ്യിൽ ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ? എടാ അതൊക്കെ വെറുതെ നിന്നെയൊക്കെ മണ്ടന്മാരാക്കിയതല്ലേ, ഇതൊന്നും അല്ല, ആ ഒരു ഭയങ്കര തന്ത്രശാലികളാന്ന് പറഞ്ഞു. അനുസരിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, മോളെ വലിയ ആൾക്കാർ സംസാരിക്കുന്ന നീ സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, അത് ശരിയാ, നീ ആ വീട്ടിലുണ്ടായിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയില്ലല്ലോ, അല്ലെങ്കിൽ നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ, ഇനി നിനക്ക് ആ വീട്ടിലേക്ക് ചെല്ലാൻ പോലും പറ്റില്ലല്ലോ, അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛനും പറഞ്ഞു, ഇതിപ്പം തന്നെ ചോദിച്ചിട്ടുള്ളെന്ന് പറഞ്ഞു. ചോദിക്കാനോ? ചോദിക്കാനൊന്നും പോകണ്ട, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇന്ദിരാമ്മ പറഞ്ഞു, അതെ അമ്മേ, അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മ ഇവിടെ നിന്നോ, ഞാൻ ഇതെല്ലാം പോകാൻ തീരുമാനിച്ചു. എടാ നീ തന്നെ, അതെ അനന്തേണ്ണുണ്ടോ ഇല്ലെന്ന് ഞാൻ നോക്കുന്നില്ല, അനന്തേട്ടൻ വരുവാണേ വരട്ടെ, ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ പോയി ചോദിക്കുമെന്ന് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തു, ആ സ്വർണ്ണമൊക്കെ ആയിട്ട് നേരെ ദേവമംഗലത്തിന്റെ അവിടേക്ക് പോകണം. അങ്ങനെ മതിലിന്റെ അവിടെ പോയിട്ട് വിളിക്കണം, എടാ ബാല ഇറങ്ങി വാടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഗോമതി ആരിനും മിത്രയ്ക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ, അവര് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഗോമതി എന്നിട്ട് എന്താ വേണ്ടത്? ഇവിടെ ബാലേട്ടനില്ല, പിന്നെ ഒരു ബാലേട്ടൻ വന്നിരിക്കുന്നു, ആ പെരുങ്കള്ളൻ എന്തി അവനെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. വെറുതെ എന്റെ ബാലേട്ടന്റെ പെരുങ്കള്ളെന്ന് വിളിച്ചാണ്ടല്ലോ, എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ സഹിക്കാൻ പറ്റില്ല പോലും, ശരിക്കും പെരുങ്കള്ളൻ തന്നെയാ, അവനെ പിന്നെ എന്നാന്നാ ഞാൻ വിളിക്കണ്ടേന്ന് ചോദിച്ചു. അതിന് നിങ്ങളുടെ എന്താ കട്ടെടുത്ത് എന്താന്ന് അറിയത്തില്ലല്ലേ, കാണിച്ചു തരാം. അപ്പോഴേക്കും ആരിന് ദേഷ്യം വന്നു. ആര്യം വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, മര്യാദയ്ക്ക് സംസാരിച്ചോണം, ഇല്ലെങ്കിലുണ്ടല്ലോ എന്റെ അച്ഛനെ കള്ളനെന്ന് വിളിക്കേണ്ട കാര്യമില്ല. എടാ അച്ഛൻ മാത്രമല്ലടാ നീയും കള്ളനാ. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് അങ്ങ് തല്ലാനായിട്ടൊക്കെ ചെല്ലുമ്പോഴത്തേനും ധർമ്മന് ഓടി ഇറങ്ങി വന്നു. ധർമ്മം വന്നിട്ട് അങ്ങോട്ട് മാറിയിക്കടാന്ന് പറഞ്ഞു. ആരിന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ആരിനെയും അച്ഛനോട് മാറ്റി നിർത്തി. പിന്നീട് അച്ഛനോട് പറഞ്ഞു, അച്ഛേട്ടാ ഇവിടെ കിടന്നൊരു കയ്യാങ്കളയും കാര്യങ്ങളൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ പറയുക, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി വേണ്ടെന്ന് പറഞ്ഞു. അച്ഛനും പറഞ്ഞു, എടാ ധർമ്മ, നിനക്ക് മനസ്സിലായി കാണുമല്ലോ ദേവമംഗലത്തിന്റെ കാര്യങ്ങളൊക്കെ. വെറും 25,000 രൂപയ്ക്ക് നിന്നെ കള്ളനാക്കിയിട്ട് ഇറക്കി വിട്ടിരുന്ന ആൾക്കാരാ, എന്നിട്ടോ അവര് കാണിച്ച പ്രവൃത്തി എന്താ നിനക്കറിയാലോ. ധർമ്മം പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം അച്ഛേട്ടാ, പക്ഷെ തൽക്കാലത്തേക്ക് ഇപ്പൊ അതിന്റെ വലിയൊരു പ്രശ്നം ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. എടാ ഞാൻ എന്താണെന്ന് ഇത് ചോദിച്ചിട്ടേ പോകുന്നുള്ളൂ, അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല.
പേരും കള്ളനും കള്ളിയൊക്കെ താമസിക്കുന്ന വീടാ അത്. ഇപ്പോഴല്ലേ ഓരോരോ സത്യങ്ങളൊക്കെ പുറത്തു വന്നോണ്ടിരിക്കുന്നേ. ആരുടെ അന്യ ആൾക്കാരുടെ ഒരു മുതൽ പോലും ഒന്നും എടുക്കില്ല, ആഗ്രഹിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ വില വരുന്ന സാധനങ്ങളൊക്കെയല്ലേ മോഷ്ടിച്ചു വെച്ചിരിക്കണെന്ന് പറഞ്ഞു. പക്ഷെ ഗോമതിക്കും ആരിനൊന്നും മനസ്സിലായില്ല എന്താ ഏതാ സംഭവം എന്നൊക്കെ ഉള്ളത്. പിന്നീട് ആരിനോർത്ത് ഇനിയിപ്പോൾ ആ സ്വർണം കിട്ടിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണോ, അത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇനി അതിനെക്കുറിച്ച് എന്താണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ആരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അച്യുതൻ നേരെ മിത്രയുടെ അടുത്തേക്ക് വന്നു. മിത്ര ഇങ്ങനെ അന്താളിപ്പോടെ നിൽക്കുകയാണ്. മിത്രയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിനക്ക് മനസ്സിലായ ഞാനിവിടെ വന്ന് ഇന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാന്ന് മനസ്സിലായി കാണത്തില്ലല്ലേ? എങ്കിൽ നീ കേട്ടോ, വെറുതെ ഒന്നും അല്ല ഞാൻ വന്നിരിക്കുന്നേ, നിസ്സാര കാര്യമായിട്ടല്ല എന്ന് പറഞ്ഞിട്ട് കയ്യിലിരുന്ന കവറ്, ആ കവറിനകത്തുനിന്ന് കുറച്ച് സ്വർണം അങ്ങ് പൊക്കി കാണിക്കണം. കണ്ടോ എങ്ങനെയുണ്ട്, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. മിത്രയ്ക്ക് അപ്പോഴത്തേനും അപകടം മണത്തു. എന്താ ഏതാ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.